വീണ്ടും 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 3 പീസ് അടുപ്പുകൾ പൊളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള അടുക്കളയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന 3 പീസ് അടുപ്പുകളാണിത്. അടുപ്പ് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അടുപ്പുകളുടെ ഷീറ്റുകളൊക്കെ ഇളകി ദ്രവിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത് മാറ്റണത്. ഇതൊരു 15 വർഷം പഴക്കമുള്ള അടുപ്പാണ്. ഇത് പൊളിച്ചു മാറ്റി പുതിയത് ചെയ്യുകയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ടൈൽസൊക്കെ വലിയ കുഴപ്പമില്ലെങ്കിലും പൊളിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. പൊളിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ടൈൽസൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈൽസുകളൊക്കെ പൂർണ്ണമായി പൊളിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അടുപ്പ് പൊളിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. കാസ്റ്റ് അയണൊക്കെ ദ്രവിച്ച് ബന്ധം വിട്ടിട്ടാണിത് ഇളകി പോരാൻ കാരണം. ഒരിക്കലും നമ്മൾ കാസ്റ്റ് അയൺ അടിയിൽ ഉപയോഗിക്കുന്ന അടുപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ അടുപ്പൊക്കെ പൊളിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി ഞങ്ങൾ അടുപ്പ് ചെയ്യാനുള്ള സംവിധാനത്തിലെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പ് പണി തുടങ്ങി, എല്ലാ കട്ടകളും വെച്ചു. ഇനി അത് വെട്ടി നിറച്ച് മണ്ണെല്ലാം ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷീറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് അതിൻ്റെ ഹോൾസ് എല്ലാം ക്ലിയർ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്കാണ് ഷീറ്റ് വെച്ചിട്ട് അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഷീറ്റ് വെച്ച് അടുപ്പ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ കട്ടേര പണികളെല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റും കഴിഞ്ഞു. ഇനി ടൈൽസ് ഒട്ടിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ടൈൽസ് എടുത്ത സ്ഥലത്തൊക്കെ നമ്മൾ ടൈൽസ് പുതിയത് ടൈലൊട്ടിച്ചു. ബ്ലാക്ക് കളറ് ഗ്രാനൈറ്റിൻ്റെ ഡിസൈനുള്ള ടൈലാണ്. മറ്റേ പഴയ ടൈലൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ആ ടൈൽസൊക്കെ മാറ്റി പുതിയ ടൈൽസ് വെച്ചു. ഇനി ഈ അടുപ്പിൻ്റെ ഉള്ളിൽ ഫയർ ക്ലേ ഫിനിഷ് ചെയ്യുകയാണ്, അതുപോലെ ടൈൽസ് പോയിൻ്റ് ചെയ്യുകയും. ഈ 2 വർക്കുകളും കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഫിനിഷ് ചെയ്തു. 8 ഇഞ്ചിൻ്റെ അടുപ്പാണിത്. ഇത് 6 ഇഞ്ചിൻ്റെ അടുപ്പ് ഫ്രീ അടുപ്പ്. ഇത് 10 ഇഞ്ചിൻ്റെ അടുപ്പ്. ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത് 8, 7, 6 ഈ സൈസായിരുന്നു അടുപ്പ്. അത് വലുതാക്കിയിട്ടുണ്ട്. ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇനി പ്രത്യേകമായിട്ടൊരു കാര്യം നിങ്ങളെല്ലാവരെയും കാണിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ പ്രത്യേകം കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് 2 റെഡ്യൂസറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ റെഡ്യൂസറും 10 ഇഞ്ചിൻ്റെ റെഡ്യൂസറും. റെഡ്യൂസറുകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. റെഡ്യൂസറുകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. ഇത് ഇന്ത്യൻ ഓയിൽ അദാനിയുടെ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞു ഇവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ ബയോഗ്യാസിൻ്റെ സ്റ്റൗവും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് സിലിണ്ടർ കാണാം. സാധാരണ ഇന്ത്യൻ്റെ സിലിണ്ടറുണ്ട്. ഇതതിൻ്റെ പൈപ്പ്, ഗ്യാസ് പൈപ്പ് ബയോഗ്യാസിൻ്റെ. ഇത്രയും 3 സംവിധാനങ്ങൾ ഇവർക്കുണ്ട്. ഇവരത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ പുകയില്ലാത്ത അടുപ്പ് ഇവർ ചെയ്യുന്നത്. അത് പുകയില്ലാത്ത അടുപ്പിൻ്റെ ഉപയോഗം ശരിക്കും അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും പുകയില്ലാത്ത അടുപ്പ് പൊളിച്ച് പൈസ ചിലവാക്കി അടുപ്പ് ചെയ്യുന്നത്. ഇത് പൈപ്പിൻ്റെ ഭാഗമൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. ഒരു ബോക്സിൻ്റെ മൂടി മാത്രമാണ് പോയിരുന്നത്. അത് ഞങ്ങൾ മാറ്റി സ്റ്റീലിൻ്റെ മൂടി വെച്ച് കൊടുക്കും. പൈപ്പ് ക്ലീൻ ചെയ്തിട്ട് മുകളിലെ ബെൻഡൊക്കെ പഴയത് തന്നെ, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ പൈപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കും. ഇതിൻ്റെ ബയോഗ്യാസിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. ആ പുറത്തിരിക്കുന്നതാണ് ബയോഗ്യാസിൻ്റെ പ്ലാന്റ്. ഇവിടെ നിന്ന് ഗ്യാസ് പൊന്തി നിൽക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. അത് ഗ്യാസിൻ്റെ ഉൽപ്പാദനം ഉണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള അടുപ്പുകളൊക്കെ പൊളിച്ച് പണിയണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.